സ്നേഹം കിട്ടുന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിൽ ആ സർവ്വ സ്ത്രീകളും എല്ലാ ഭാര്യമാരും ഒരാണിന്റെ കൂടെ പോരുന്നത്. അത് നിങ്ങൾ തരും എന്ന് പറയുമ്പോൾ അതിര് കടന്ന ഏത് ബന്ധത്തിലേക്ക് ഒരു പെണ്ണ് പോകുമ്പോഴൊക്കെ പേടിയാ. എന്നാൽ സ്വന്തം ഭർത്താവ് സ്നേഹിക്കുമ്പോൾ കരച്ചിലാ വരിക. ആ സ്നേഹം കിട്ടുമ്പോൾ ഒരാളെ നമ്മൾ കരയിപ്പിക്കേണ്ടതും സ്നേഹം കൊണ്ടാ, അല്ലാതെ വേദനിപ്പിച്ചിട്ടല്ല. ഒരു ഭാര്യനെ സ്നേഹം കൊണ്ട് നിങ്ങളൊന്ന് കരയിപ്പിച്ചു നോക്കൂ, ആയുസ്സിൽ പിന്നോട് നമ്മളെ മറക്കൂല. അതുകൊണ്ട് 6 കൊല്ലം മാത്രം ഭർത്താവിന്റെ കൂടെ ജീവിച്ചൊരു പെണ്ണ് 3 പറക്കറ്റാത്ത മക്കളാ 24 കൊല്ലം മുൻപ് അയാൾ ബാക്കി വെച്ച്. 24 കൊല്ലങ്ങൾക്ക് ശേഷം തന്റെ ഇളയ മോളെയും കെട്ടിച്ചു വിട്ടപ്പം നാട്ടുകാർ ചോദിച്ചു, സുലൈഖ എനിക്ക് എവിടുന്ന് കിട്ടി ഇത്രക്ക് ധൈര്യം? അവള് തിരിച്ചു പറഞ്ഞു, 6 കൊല്ലം ഞാൻ എന്റെ കാക്കന്റെ പരം ജീവിച്ചിട്ടുള്ളെങ്കിലും 600 കൊല്ലത്തെ സ്നേഹം ആ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട്. ഒരാണിന്റെ നിലയും വിലയും സ്വന്തം വീട്ടിലുള്ള പെണ്ണിന്റെ മുഖത്താ. ഒരാണിന്റെ സൗന്ദര്യത, ഒരാണിന്റെ ഭംഗി എന്ന് പറയുന്നത് അവന്റെ വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ മുഖത്തുള്ള സമാധാന. നമ്മൾ അടുത്ത് വന്ന് കിടക്കുമ്പം, നമ്മൾ കയറി ചെല്ലുമ്പം, നമ്മളൊരല്പമെങ്കിലും താമസിക്കുമ്പം അവളെ ഉള്ളു പെടയുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയാ, ആ നിമിഷങ്ങൾക്ക് പോലും ആണ് എന്റെ കൂലി അള്ള എഴുതുന്നുണ്ട്. നീ കൊടുത്ത സ്നേഹം കൊണ്ട് അവളെ മനസ്സ് പെടഞ്ഞ്, നീ നഷ്ടപ്പെടുമെന്നുള്ള വേദന കൊണ്ട് അവളെ കണ്ണു നിറഞ്ഞ്, ആ ചിന്തങ്ങി അവളുടെ ഉള്ളിൽ ഉണ്ടാക്കിയത് എന്റെ സ്നേഹം കൊണ്ടാണെങ്കിൽ ആ സ്നേഹത്തിന് പോലും, ആ ചിന്ത ഉണ്ടാക്കിയതിന് പോലും പടച്ചോൻ എനിക്ക് കൂലി തരുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ആണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതാഗ്രഹിക്കുന്ന നമ്മളെ ഭാര്യയുടെ ഹൃദയത്തിലേക്ക് ആ സ്നേഹവും പരിഗണനയും കൊടുക്കുമ്പോൾ, ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് ആ പരിഗണനയാ, സ്നേഹ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പല സ്ത്രീകൾക്കുള്ളൊരു പരാതി എന്താ? ഞാൻ പറയുന്ന മൂപ്പര് കേൾക്കണില്ല, ഒന്ന് കേട്ടാ മതിയായിരുന്നു. അതാ പരാതി. ഒന്ന് കേൾക്കാനിരിക്കുക. ഒന്ന് ഇങ്ങോട്ട് പറയുമ്പോ 2 അങ്ങോട്ട് പറയും, 4 ഇങ്ങോട്ട് പറയും, അവസാനം അടിയായി പിടിയായി സംഭവം കഴിഞ്ഞ്. കേൾക്കാനിരിക്കുക എന്ന് പറയുന്നത് നല്ല ഭർത്താവിന്റെ ലക്ഷണമാണ്. ആവലാതിയും സങ്കടങ്ങളും വേദനകളും അല്ലേ, രാവിലെ എന്തൊക്കെ പണി ചെയ്തിട്ടാ ഞാൻ വരുന്ന, അപ്പോൾ അയാളെ തിരിച്ചു വയ്ക്കുക, എനിക്കുള്ളൂ പണി, ഞാൻ പോകുന്നില്ല പണിക്ക്. എന്നാൽ ആ നേരം വെളുക്കുന്ന സമയത്ത് ഞാൻ എന്തോ ചെയ്യണോ? നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ചോദിച്ചല്ലോ. സമാധാന. ആ സമാധാനമാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നമുക്ക് കൊടുക്കണേ, അഭിനയിക്കണമെന്നൊന്നുമില്ല. നാളെ മറ്റന്നാൾ നമ്മളൊന്ന് കിടന്നുപോയാലും അറപ്പും വെറുപ്പും ഇല്ലാതെ ഒന്ന് ചേർത്ത് നിർത്താനുള്ളത് ഓള് തന്നെ ഉണ്ടാവും, അവിടെ തന്നെ ഉള്ളൂ. ഞാൻ പറയാറുണ്ട്, ഒരു 2 ദിവസം നമ്മൾ കിടന്നുപോയാൽ തീരാവുന്ന പവറേ എനിക്കും ഇങ്ങൾക്കൊക്കെ ഉള്ളൂ. ഒരു 2 ദിവസം ഓള് വീട്ടിൽ പോയാലും മാറ്റിയിട്ട് ആദ്യത്തെ ദിവസം ഹോട്ടലിൽ നിന്ന് പള്ളിപ്പുഴയിൽ നിന്നു, 2-ാം ദിവസം പാൽ തൊയ്ത്തുന്നു, 3-ാം ദിവസം പറയും ആവില്ലട്ടോ, ഹോട്ടൽ ഭക്ഷണമൊന്നും അധികം തിന്നാനാവില്ല. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയണം. നാളെ ഞാൻ മരിച്ചു പോകുമ്പോൾ എന്നെ ഓർത്ത് പടച്ചോനോട് പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണ്. അതുകൊണ്ടാണല്ലോ ഭാര്യ മരിച്ചപ്പം മക്കളെ പറഞ്ഞു, വാപ്പേ ഉമ്മക്കൊരു ഉമ്മ കൊടുക്കിങ്ങള്. അപ്പൊക്കെ കുറവ്. ഇപ്പൊ എങ്ങനെയാ, 45 വയസ്സായി മൂത്തോളം കെട്ടിച്ചാൽ ഒരുമിച്ച് ബൈക്കുമ്പോ പോകാനൊക്കെ മൂപ്പർക്ക് കുറവാ. ഇനി വണ്ടിമ പിടിക്കുന്നൊക്കെ പണ്ട് കെ വി ഉസ്താദ് പറയുന്ന മാതിരി ഇതിപ്പം വീണു എന്നുള്ള കോലത്തിൽ മൂപ്പരെ മേലെ വെച്ചാൽ കൈ എടുക്കുക, ആരെ കൂടെ ചുറ്റിയാ പറയാ, അയ്യേ എന്തേരുത്ത അത് ആൾക്കാർ കണ്ട ഒരു അറിയില്ല. 95 വയസ്സ് വരെ ഒരുമിച്ച് പ്രേമിച്ച് ജീവിക്കണം. ഞാൻ എൻ്റെ വലിയ വാപ്പാരോടാ ഇത് പറയുന്നതെന്ന് എനിക്കറിയാം. 87 വയസ്സുള്ള ഒരു വാപ്പയും 83 വയസ്സുള്ള ഒരു ഉമ്മയും ഒളിച്ചോടിയ കഥ പത്രത്തിലുണ്ടായി, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആൾക്കാരത് വായിച്ച് പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊന്ന കുടുംബത്തെ. എന്താ സംഭവം? 5 മക്കള് സ്റ്റേറ്റ്സിലും അല്ലാണ്ടും ജീവിക്കുക, അപ്പനെയും ഇമ്മനെയും നോക്കാൻ ആളില്ല. അവസാനം മക്കള് നാട്ടിൽ വന്ന് നാട്ടുകാരെ പരാതി കൊണ്ട് ഒരു തീരുമാനം എടുത്ത്, വാപ്പനെ മൂത്തം കൊണ്ടുപോയി, ഉമ്മനെ വേറൊരുത്തനും കൊണ്ടുപോയി. ഒരു രാത്രി ഓൽക്ക് നേരം വെളുപ്പിക്കാൻ പറ്റിയില്ല, ഒരു രാത്രി നേരം വെളുപ്പിക്കാൻ പറ്റിയില്ല. പിറ്റേന്ന് നേരം വെളുക്കുന്നതിന്റെ മുൻപ് തന്നെ അയാള് മറ്റേ മോന്റെ വീട്ടിൽ ചെന്ന് അമ്മനെയും കൂട്ടി ഇറങ്ങുക, എവിടേക്കെങ്കിലും പോവാൻ നമുക്ക്. പിടികൂടിയ നാട്ടുകാരും പത്രക്കാരും എഴുതി, കമിതാക്കൾ 87 വയസ്സുള്ള കമിതാക്കൾ ഒളിച്ചോടുന്നു. പണ്ടൊരു ഗസാലിന്റെ ചരിത്രത്തിൽ പറയലുണ്ട്, അദ്ദേഹം പറയാണ് ഒരു ഭർത്താവിന്റെ നൊമ്പരം. അദ്ദേഹം രാത്രി കിടക്കപ്പായയിൽ കിടന്നു. കിടക്കപ്പായയിൽ കിടന്ന അദ്ദേഹത്തിന് രാത്രി എപ്പോഴോ ചൂടുവെള്ളത്തിന് തോന്നി. അദ്ദേഹം നെഞ്ചു തടവിയിട്ട് ചോദിച്ചു, അമിന കുറച്ച് വെള്ളം വേണം. മറുപടി കിട്ടാതായപ്പോൾ അയാൾ അരികിൽ പരതി നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇന്നലെ രാത്രി അല്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസത്തിന്റെ അപ്പുറം മരിച്ചതിന്റെ ഭാര്യയായിരുന്നു. ഭാര്യ മരിച്ചപ്പോൾ അയാൾക്ക് അത്ര ഫീലിംഗ് ഒന്നുമില്ല. രാത്രി വേദന ഇങ്ങനെ തോന്നിയിട്ടൊന്ന് തടവിയിട്ട് എനിക്ക് ചൂടുവെള്ളം വേണം അമിന എന്ന് പറഞ്ഞപ്പം അടുത്ത് വിളി കേൾക്കാൻ ആളില്ല എന്നറിഞ്ഞപ്പോൾ അയാൾ ചിന്തിച്ചു, എൻ്റെ ഭാര്യ പോയിട്ടുണ്ട് എന്ന്. അവസാനം അയാൾ എങ്ങനെയൊക്കെയോ കുത്തിപ്പിടിച്ച് എഴുന്നേറ്റ് ഡൈനിങ് ഹാളിൽ ചെന്ന് സ്ഥിരമായി കുടിക്കുന്ന ജഗ്ഗിലെ വെള്ളം എടുത്ത് ഒഴിച്ചു നോക്കുമ്പോൾ അതിൽ വെള്ളമല്ല,
അയാൾ ഉറപ്പിച്ചു ആമിനയാണ് പോയത് എന്ന്. അവസാനം മക്കളെ വാതിലിൽ മുട്ടിയപ്പോ, പലതവണ മുട്ടിയപ്പോ, അവസാനം വാതിൽ തുറന്ന മരോള് ദേഷ്യത്തോടെ ഇങ്ങക്ക് ഉറക്കൂല്ലേ വാപ്പാ എന്ന് ചോദിച്ചപ്പോ അയാൾ ഉറപ്പിച്ചു, ഞാൻ അല്ല അഥവാ എന്റെ ആമിനെ അല്ല മരിച്ച്, ഞാനാ മരിച്ചത്. ഏതാ മനുഷ്യരെ ജീവിതം? അത് ഇങ്ങക്കും അങ്ങനെ തന്നെയാ. നാളെ അടുത്ത് കിടക്കുന്നവന്റെ ഒരു ശ്വാസവും അവന്റെ ഒരു കൂർക്കം വലിയും അവന്റെ ആ മണവും നഷ്ടപ്പെടുമ്പോ ഒരു ഉമ്മ മരിക്കുന്നത് അവിടെയാ, ഒരു ഭാര്യ മരിക്കുന്ന അവിടെയാ. ജീവിച്ചിരിക്കുമ്പം കൊടുക്കാത്ത സ്നേഹത്തിന് മരിച്ചു കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? അങ്ങനെയാ ചില ആൾക്കാർ പറയും, ഓക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഓളായതിൻ്റെ ധൈര്യം. ജീവിച്ചിരിക്കുമ്പോൾ അതുണ്ടാവില്ല. അതുകൊണ്ടാ മരിച്ച അമ്മക്ക് ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോ ഉമ്മ കൊടുക്കുന്ന വാപ്പൊന്ന് കയ്യും പിടിച്ച് സലാം പറഞ്ഞ മക്കളോട് അറിയാം, അമ്മന്റെ കൈ നിറച്ചും കറിക്കത്തിന്റെ അടയാളുണ്ട് മക്കളെ. ഞാൻ ചോദിക്കട്ടെ, ഈ പിയ്യാപ്പിളാരോട് നിങ്ങൾ പിടിച്ചു നോക്കിയിട്ടുണ്ടോ വില കൈ? ഒരാഴ്ചന്റെ ഇടക്ക് ഒന്ന് കൈ പിടിച്ച് സലാം പറഞ്ഞിട്ട് എന്റെ കൈ ആകെ കറിക്കത്തി കൊണ്ട് ഇങ്ങനെ ആകെ ഒരു ഇതായിട്ടുണ്ടല്ലേ ചോദിച്ചിട്ടുണ്ടോ? ഓളെ വേദന ചോദിച്ചിട്ടുണ്ടോ? ഗർഭം ധരിക്കുമ്പോൾ ഒരു ശരീരം കാണിക്കുന്ന വെപ്രാളം ഒരു ഉമ്മ അനുഭവിക്കുന്നത് 40 വയസ്സിന് ശേഷം. മക്കളും പിയ്യാപ്പിളാരും മനസ്സിലാക്കിക്കോളും. വൈദ്യശാസ്ത്രം പറഞ്ഞതാ. നേരത്തെ ഒരു പ്രസവിച്ചിടും 40 വയസ്സിന്റെ ഇടക്ക്. ആ വേദന മുഴുവനും പിന്നോൽ അനുഭവിക്കുന്നത് 40 വയസ്സിന് ശേഷം. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞതും ആദ്യം നിങ്ങൾ സ്നേഹിക്കണം, പിന്നെ നിങ്ങൾ കാരുണ്യം കാണിക്കണം. ആദ്യം നിങ്ങൾ സ്നേഹിക്കണം, അത്രയും പ്രസവിച്ചിരും. വറഹ്മ, പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടിയ കാരുണ്യ. ആ കാരുണ്യം പ്രതീക്ഷിച്ചിട്ടാ ഓല ആദ്യം നിങ്ങൾക്ക് വാപ്പാന്ന് വിളിക്കാൻ മക്കളെ പ്രസവിച്ചിട്ടിരുന്നത്. ഒന്ന് പ്രസവിച്ചപ്പോ എന്റെ ഓള് പറഞ്ഞിട്ടുണ്ട് ഇക്രെന്ന്, ഇനി ഞാൻ കേട്ടോന്ന്. ഇപ്പൊ 4ാമത്തവും പ്രസവിച്ചു കഴിഞ്ഞ്. അതാണ് ഈ കാല മനുഷ്യന്മാരുടെ ജീവിതം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല ഒരു ഭാര്യ ഭർത്താക്കന്മാരാവാൻ, അതോടൊപ്പം അയൽപ്പക്ക ബന്ധങ്ങൾ. ഞാനൊരു നല്ല വിശ്വാസിയാണെന്ന് പറയേണ്ടത് നിങ്ങളല്ല, നിന്റെ മഹല്ലാരും അല്ല, നിന്റെ വേലിന്റെ അപ്പുറത്തുള്ള കുടുംബ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയുക്രിം ജാറഹു, അവനവന്റെ അയൽവാസിയെ ആദരിക്കട്ടെ, മര്യാദയോടെ അയൽവാസിയോട് പെരുമാറട്ടെ. ഒരു നല്ല ബന്ധത്തിന്റെ ലക്ഷണമാണ് അയൽപ്പക്കന്തങ്ങളിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. എന്റെ അയൽപ്പക്കം എന്റെ വലിയൊരു സന്തോഷാണെന്ന് പറയാൻ പറ്റുക എന്നുള്ളത്. ഞാനൊന്ന് വീണാലും അവർ ഓടി വരാനുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാവല്. അതിന്റെ ഒക്കെ അവസ്ഥ അറിയാൻ നമ്മളൊന്ന് വീണുമ്പോഴാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം ചില മാസങ്ങൾക്ക് മുൻപ് എന്റെ ഭാര്യ മുറ്റത്ത് വീണ് കാല് ഏകദേശം നിര്യാണിന്റെ അടുത്ത് പൊട്ടിക്കിടക്കുമ്പോ ആ വീണ സെക്കൻഡിൽ തന്നെ ഒരൊറ്റ വിളിയുമൽ അയൽപ്പക്കത്തുള്ള ഉമ്മ ഓടി വന്നിട്ടുണ്ട്. ആ കിടത്തം കണ്ടപ്പോഴേക്ക് ആ ഉമ്മാക്ക് കാര്യം തിരിഞ്ഞിട്ടുണ്ട്. അവസാനം കിട്ടാവുന്ന വാഹനം വിളിച്ച് കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ട് തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഞാൻ വിവരം അറിഞ്ഞിട്ടില്ല. ഇന്ന് എത്ര അയൽപ്പക്ക ബന്ധങ്ങളാ സമാധാനത്തിലുള്ളത്? നമുക്ക് അസൂയ. ഓനെന്തേണ്ടാന്ന് നമ്മക്ക് അസൂയ, നമുക്ക് എന്തേണ്ടാന്ന് ഓൽക്ക് അസൂയ. ഞാൻ തമാശക്ക് പറയാറുണ്ട്, എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ പോലും അയൽവാസികളോട് നമ്മൾ പറയാറുമില്ല. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ മറ്റൊരുത്തന് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ വിശ്വാസിയാവുക.